യോ ഗായ്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സാധാരണയുള്ള സീരീസ് എക്സ്പ്ലനേഷന് പകരമായി ഒരു മാങ്ക എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജുജുത്സു കൈസൻ മാങ്ക അവസാനിക്കാറായ വിവരം നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ജെജെക്കിലെ വൺ ഓഫ് ദ ഫേമസ് പാർട്ടായ ഗോജോ വേഴ്സസ് സുകുണ ഫൈറ്റാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മാങ്ക വായിക്കാത്തവർക്ക് ഇത് ഹെവി സ്പോയിലറാണ്. ഇനി അഥവാ അതൊന്നും ഒരു പ്രശ്നമില്ലാത്തവർക്ക് വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. 223 തൊട്ട് 236 വരെയുള്ള ചാപ്റ്ററുകളിലാണ് ഫൈറ്റ് നടക്കുന്നത്. അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുമ്പായി ഞാൻ ഗോജോയുടെയും സുകുണയുടെയും പവേഴ്സ് സിമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തുള്ള 2 ഷോർട്സ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതാദ്യം പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ നിങ്ങൾ കണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. അങ്ങനെ നേരത്തെ ഫിക്സ് ചെയ്ത പോലെ ഡിസംബർ 24 ഗോജോയും സുകുണയും ഫൈറ്റിന് റെഡിയാവുന്നു. ഫൈറ്റ് ഫിക്സ് ചെയ്ത പ്ലേസ് ഷിൻജുക്കു ആണെങ്കിലും ഗോജോ അവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള ഷിബിയയിലെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിരുന്നു. കൂടാതെ ഇജിച്ചിയും ഉത്താഹിമയും പിന്നെ ഗക്കുഗാഞ്ചിയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവർ ഉത്താഹിമയുടെ ടെക്നിക്കായ സോളോ ഫോർബിഡൻ ഏരിയ എന്ന ടെക്നിക്ക്, മ്യൂസിക്, ഡാൻസ് പിന്നെ ഹാൻഡ് സയൻസ് എന്നിവയെല്ലാം ഉപയോഗിച്ച് അതിനെ അഡ്വാൻസ്ഡ് ആയി ഒരു റിച്വലാക്കി മാറ്റുന്നു. ഇതുമൂലം ഉത്താഹിമയുടെ ടെക്നിക്കിന്റെ ഔട്ട്പുട്ട് 120% ആയി ഇൻക്രീസ് ആവുന്നു. ശേഷം അവൾ അതിലൂടെ ഉണ്ടാക്കിയ കേസ്റ്റ് എനർജി ഗോജോയ്ക്ക് നൽകുന്നു. ഇതാണ് സോളോ ഫോർബിഡൻ ഏരിയ എന്ന ടെക്നിക്കിന്റെ യൂസേജ്. എന്നാൽ ഗോജോ ഇത് കൂടാതെ തന്നെ അയാളുടെ ഒരു ബൈൻഡിംഗ് വോ മൂലം കുറച്ച് ഹാൻഡ് സയൻസും ടെക്നിക്സും ഉപയോഗിച്ച് അതിന്റെ പൊട്ടൻഷ്യൽ 200% ആക്കുകയും ശേഷം ഒരു ആറ്റം ബോംബിന്റെ അത്രയും പവർഫുൾ ആയ ഒരു ഹോളോ പർപ്പിൾ സുകുണയ്ക്ക് നേരെ അയക്കുന്നു. അതോടൊപ്പം തന്നെ ഇജിച്ചിയും അതിന് പുറത്തായ ഒരു ബാരിയർ കൂടി ക്രിയേറ്റ് ചെയ്തതിനാൽ സുകുണയ്ക്ക് ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റാതെ അയാൾ ആ അറ്റാക്കിനുള്ളിൽ പെടുന്നു. അയാൾ മുറാവുമയും നിന്നിരുന്ന ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി നശിച്ചു പോയെങ്കിലും തന്റെ കത്തിപ്പോയ 2 കൈയും റീജനറേറ്റ് ചെയ്തുകൊണ്ട് സുകുണ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. അതേസമയം ഗോജോയും അവിടേക്ക് എത്തുന്നു. അങ്ങനെ ഹിസ്റ്ററിയിലെ സ്ട്രോങ്ങസ്റ്റ് ആയ സോഴ്സറും ഇപ്പോഴുള്ള സ്ട്രോങ്ങസ്റ്റ് സോഴ്സറും തമ്മിലുള്ള ഫൈറ്റ് അവിടെ ആരംഭിക്കാൻ പോകുന്നു. എന്നാൽ സുകുണയ്ക്ക് ആ ടൈറ്റിൽ ഒരിക്കലും ചേരില്ല എന്ന അർത്ഥത്തിൽ ചലഞ്ചർ ഇവിടെ സുകുണയാണെന്ന് പറഞ്ഞ് ഗോജോ അയാളെ കളിയാക്കുന്നു. ഇത് സുകുണയെ നന്നായി ദേഷ്യപ്പെടുത്തുന്നു. അങ്ങനെ സുകുണ പെട്ടെന്നൊരു അറ്റാക്ക് നടത്തിയെന്നതുകൊണ്ട് നീ ഒരിക്കലും എനിക്ക് വലിയൊരു എതിരാളിയാവില്ല, മറിച്ച് നീയാണ് ഇന്നത്തെ എൻ്റെ ചോപ്പിംഗ് ബോർഡിലെ പുതിയൊരു ഫിഷ്. നീ എത്ര കിടന്ന് പിടച്ചാലും നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞ് സുകുണ ഫൈറ്റിനായി പൊസിഷൻ ചെയ്യുന്നു. അതേസമയം മെഗുമിയുടെ ബോഡി അവൻ എടുത്തതുകൊണ്ട് താൻ ഒരിക്കലും സുകുണയെ കൊല്ലാതിരിക്കാനൊന്നും പോവില്ല എന്ന് പറഞ്ഞ് ഗോജോയും തന്റെ ഫൈറ്റിനായി നിൽക്കുന്നു. അതേസമയം ഗോജോയും തോജിയുമായുള്ള ഫൈറ്റിൽ തോജി ഇട്ടിരുന്ന അതേ ഡ്രസ്സാണ് ഗോജോയും ഇട്ടിരിക്കുന്നതെന്ന് അവിടെ കാണിക്കുന്നു. അങ്ങനെ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിലൂടെ അവർ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സുകുണ ഒരു റൈറ്റ് അപ്പർ കട്ടിന് ശ്രമിച്ചപ്പോൾ ഗോജോ നേരെ നിലത്തേക്ക് കിടക്കുകയും ലാപ്സ് ബ്ലൂ എന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് സുകുണയെ ഒരു ബിൽഡിംഗിലേക്ക് ഇടിപ്പിക്കുന്നു. പോരാത്തതിനൊരു ബ്രിഡ്ജിന്റെ പീസ് എടുത്ത് അയാൾക്ക് നേരെ അയച്ചെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട സുകുണ നേരെ വന്ന് ഗോജോയ്ക്ക് നേരെ ഒരു ഡിസ്മാൻഡിൽ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. എന്നാൽ അത് ഗോജോയെ ടച്ച് ചെയ്യാതെ പുറകിൽ നിന്ന് ഒരു ബിൽഡിംഗിൽ പോയി പതിക്കുന്നു. എന്നാൽ ആ സെക്കൻഡ് നോക്കി സുകുണ ഗോജോയെ വന്ന് പഞ്ച് ചെയ്യുന്നു. ഗോജോയ്ക്ക് ഇൻഫിനിറ്റി ഉണ്ടെങ്കിലും ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് സുകുണ അതിനെ നള്ളിഫൈ ചെയ്യുന്നു. ഈ ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ എന്തെന്നാൽ ഒരു സിമ്പിൾ ഡൊമൈൻ പോലെ നമ്മുടെ ബോഡിക്ക് ചുറ്റും വെള്ളം പോലെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതുമൂലം ഗോജോയുടെ ഇൻഫിനിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം അവരുടെ സ്വന്തം ടെക്നിക്ക് യൂസർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ സുകുണയുടെ പഞ്ച് ഗോജോയെ ടച്ച് ചെയ്യുന്നു. എന്നാൽ നേരത്തെ അയാളുടെ അറ്റാക്ക് പറ്റിയ ബിൽഡിംഗ് 2 പീസായി അവരുടെ മണ്ടയിലേക്ക് വീഴുന്നു. പക്ഷെ അവരതിൽ നിന്ന് രക്ഷപ്പെട്ട് ലിറ്ററലി 2 ഫ്രണ്ട്സിനെ പോലെ പുറത്തേക്ക് വരുന്നു. ഈ പോയിന്റിൽ വെച്ച് ഒരുപാട് ഫാൻസ് വിചാരിച്ചിരുന്നത് ഇവർ രണ്ടും ഫ്രണ്ട്സായി മാറി ഫൈറ്റ് അവസാനിക്കുമായിരുന്നു എന്നാണ്. ശരിക്കും അവസാനം എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോഴാണ് ഗോജോയുടെ ഈ ഫൈറ്റ് മെയ്മൈ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടെന്ന കാര്യം സുകുണയോട് പറയുന്നത്. പുറകെത്തുമ്പോഴും വാഴ വെട്ടണമെന്ന സ്വഭാവമാണ് മെയ്മൈക്ക്. അങ്ങനെ ടി വിയിലൂടെ ലൈവ് സ്ട്രീം കണ്ടുകൊണ്ടിരുന്ന ബാക്കി എല്ലാവരും സുകുണയുടെ ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്തതിനാൽ ഇപ്പോൾ ഒരു ടെക്നിക്കും അയാൾ ഗോജോയ്ക്കെതിരെ യൂസ് ചെയ്യുന്നില്ല എന്ന് കാണുന്നു. എന്നാൽ ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്താൽ അയാൾക്ക് തന്റെ ടെക്നിക്കും ഉപയോഗിക്കാം. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ലേറ്റ് ആവുന്നത് കൊണ്ട് ആശ്ചര്യപ്പെട്ട അടുത്ത സെക്കൻഡിൽ സുകുണ ഡൊമൈൻ എക്സ്പാൻഷൻ വിളിക്കുന്നു. ഉടനെ തന്നെ അതിനെ കൗണ്ടർ ചെയ്യാൻ ഗോജോയും ഡൊമൈൻ ഓപ്പൺ ചെയ്യുന്നു. രണ്ടുപേരുടെയും ഏകദേശം ഈക്വലി പവർഫുൾ ആയിട്ടുള്ള ഡൊമൈൻ ആണെന്ന് അവർ കാണുന്നു. എന്നാൽ സുകുണയുടെ ഒരു ഓപ്പൺ ഡൊമൈൻ ആയിരുന്നതിനാൽ അയാൾ തന്റെ ഡൊമൈൻ്റെ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഗോജോയുടെ ഡൊമൈൻ ബാരിയർ പുറത്തു നിന്ന് സ്ലാഷിംഗ് ടെക്നിക്ക് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. എല്ലാ ഡൊമൈൻ്റെയും ഔട്ടർ ബാരിയർ വീക്ക് ആയിരിക്കും. സോ ഗോജോയുടെ ബാരിയർ ബ്രേക്കായി അൺലിമിറ്റഡ് വോയിഡ് നശിക്കുന്നു. അങ്ങനെ സുകുണയുടെ ഗ്യാരണ്ടി ഹിറ്റ് ഗോജോയുടെ കഴുത്ത് മുറിച്ച് കളയുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. എന്നാൽ ഉടനെ തന്നെ ഗോജോ അത് റിവേഴ്സ് കേസ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഹീൽ ചെയ്യുന്നു. എങ്കിലും അയാൾ ആ ഡൊമൈനിൽ ഉള്ളിടത്തോളം നേരം അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ഹിഗുറാമ പറയുന്നു. എന്നാൽ സുകുണയുടെ ഡൊമൈന് ബാരിയർ ഇല്ലാത്തതിനാൽ ഗോജോയുടെ സ്പീഡ് യൂസ് ചെയ്ത് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ലേ എന്നവർ സംശയിച്ചപ്പോൾ കുസക്കാബെ ഗോജോയുടെ ഡൊമൈൻ ഇപ്പോൾ ബ്രേക്ക് ആയതിനാൽ കുറച്ച് സെക്കൻഡിലേക്ക് അയാൾക്ക് തന്റെ കേസ് എനർജി യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് അവർ ചോദിച്ചപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഗോജോ വട്ടത്തിൽ ഊമ്പി. അങ്ങനെ ഗോജോയുടെ ബോഡിയിൽ മൾട്ടിപ്പിൾ ടൈംസ് സ്ലാഷസ് വീഴുന്നു. പച്ചയ്ക്ക് വെട്ടിക്കൊള്ളുന്ന അവസ്ഥ. അങ്ങനെ ദേഹം മുഴുവൻ ബ്ലഡിൽ കുളിച്ചു നിന്ന ഗോജോയ്ക്ക് ഇൻഫിനിറ്റി തന്നെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്തിരുന്നു എന്ന് ശരിക്കും മനസ്സിലാകുന്നു. എങ്കിലും റിവേഴ്സ് കേസ് ടെക്നിക്കിന്റെ മാക്സിമം ഔട്ട്പുട്ട് യൂസ് ചെയ്ത് അയാൾ അതിനെ ഒരു പരിധി വരെ ചെറുക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയ ഗോജോയെ
നിന്നെ അങ്ങനെ വിടാൻ പറ്റുമോ എന്ന് ചോദിച്ച് സുഗുണ വന്നവനെ പിടിക്കുന്നു. ശേഷം അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. എന്നാൽ ഗോജോ ഇപ്പോഴും തോൽക്കാതെ പിടിച്ചു നിൽക്കുന്നത് സുഗുണയെ ആകർഷിക്കുന്നു. അതേസമയം മാലവലൻ ഷ്രൈൻ്റെ ഹേർട്ട് സുഗുണയല്ല, അത് ഷ്രൈൻ ആണെന്ന് ഗോജോയ്ക്ക് മനസ്സിലാകുന്നു. ശേഷം ഗോജോ ഒരു സിമ്പിൾ ഡൊമൈൻ യൂസ് ചെയ്യുന്നു. സിമ്പിൾ ഡൊമൈൻ മെയിൻലി ഒരു ഡിഫെൻസീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് മറ്റൊരു ഡൊമൈൻ എക്സ്പാൻഷന്റെ ബാരിയറിനെ സിമ്പിൾ ഡൊമൈൻ്റെ ബാരിയറുമായി കൂട്ടിമുട്ടിച്ച് അതിന്റെ ഗ്യാരണ്ടി ഹിറ്റിനെ കുറയ്ക്കും. എങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ ഡൊമൈൻ എക്സ്പാൻഷൻ ഇതിനെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഗോജോ സിമ്പിൾ ഡൊമൈനുള്ളിൽ വെച്ച് തന്റെ ബോഡി ഹീൽ ചെയ്യുന്നു. എന്നാൽ സുഗുണ അതിനുള്ളിലേക്ക് വന്നപ്പോൾ തന്നെ അത് ബ്രേക്കായി ഗോജോയെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഗോജോ ഒരു സിമ്പിൾ ഡൊമൈൻ ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ ഗോജോ തന്റെ ബോഡി ഹീൽ ചെയ്യുന്നതിന് പകരം സുഗുണയോട് ഫൈറ്റ് ചെയ്യുന്നത് അവരെ ആശ്ചര്യപ്പെടുത്തുന്നു. അങ്ങനെ വീണ്ടും ഗോജോയുടെ ഡൊമൈൻ ബ്രേക്ക് ആവുന്നു. ഇത് കണ്ട് എല്ലാവരും ഗോജോ ശരിക്കും തോൽക്കാൻ പോവാണോ എന്ന് കണ്ട് പേടിച്ചിരുന്നപ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ അയാൾ സുഗുണയുടെ ഒക്കത്ത് കയറിയിരുന്ന് സുഗുണയ്ക്ക് ഇനി എങ്ങോട്ടും രക്ഷപ്പെടാനാവില്ല എന്ന് തീർച്ചപ്പെടുത്തിയ ശേഷം ഗോജോ തന്റെ കേസ് ടെക്നിക് റിവേഴ്സറിലിട്ട് അയാളുടെ തലയ്ക്ക് നേരെ പോയിന്റ് ചെയ്ത് വിടുന്നു. ഇത് സുഗുണയും തെറിപ്പിച്ചുകൊണ്ട് ഷ്രൈനിൽ ചെന്ന് ഇടിപ്പിക്കുന്നു. അങ്ങനെ അയാളുടെ ഡൊമൈൻ ബ്രേക്ക് ആവുന്നു. അപ്പോൾ ഗോജോ റിവേഴ്സ് കേസ് ടെക്നിക് യൂസ് ചെയ്തത് ഹീൽ ചെയ്യാനല്ല, മറിച്ച് റെഡ് യൂസ് ചെയ്യാനായിരുന്നു എന്ന് ബാക്കി സോഴ്സറേഴ്സിന് മനസ്സിലാകുന്നു. അങ്ങനെ വെറും കോമൺ സെൻസ് വെച്ച് രണ്ട് സ്ട്രോങ്ങസ്റ്റ് ആയവരുടെ ഫൈറ്റ് അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു തേങ്ങ മനസ്സിലാവാൻ പോവില്ലെന്ന് അവർ തിരിച്ചറിയുന്നു. എങ്കിലും ഗോജോ അയാളുടെ ലിമിറ്റ് പുഷ് ചെയ്യുകയാണോ എന്ന് ഒക്കോച്ചുവിന് സംശയം തോന്നുന്നു. ശേഷം ഉടൻ തന്നെ അവർ വീണ്ടും ഡൊമൈൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത്തവണ സുഗുണ തന്റെ ഡൊമൈന്റെ എഫക്റ്റീവ് റേഞ്ച് മാക്സിമം ആക്കുന്നു. അതേസമയം തന്നെ ഗോജോ തന്റെ ബാരിയറിന്റെ പുറത്തെ കണ്ടീഷൻ കുറച്ച് സ്ട്രോങ് ആക്കുകയും അകത്ത് കുറച്ച് വീക്ക് ആക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ രണ്ട് ഡൊമൈന്റെയും ഗ്യാരണ്ടീഡ് അറ്റാക്ക് ന്യൂട്രലൈസ് ആയി പോയതിനാൽ വീണ്ടും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിലേക്ക് അവർ വരുന്നു. എന്നാൽ സുഗുണ ഡൊമൈൻ ആംപ്ലിഫിക്കേഷനും എക്സ്പാൻഷനും ഒരേ സമയം ഉപയോഗിക്കുന്നത് ഗോജോയെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്തതാണ്. പക്ഷെ ഒരു ഡൊമൈനുള്ളിൽ അയാൾക്ക് എന്തും ചെയ്യാം. അതാണ് ഡൊമൈൻ എക്സ്പാൻഷന്റെ പ്രത്യേകത. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനിടെ സുഗുണയ്ക്ക് കുറച്ച് അറ്റാക്ക് കിട്ടിയെങ്കിലും അയാൾ പെട്ടെന്ന് റിക്കവർ ചെയ്ത് ഗോജോയുടെ പിറകിൽ നിൽക്കുന്നു. ഗോജോയ്ക്കും ഗോജോയെ ടച്ച് ചെയ്യുന്നവർക്കും അയാളുടെ അൺലിമിറ്റഡ് വേർഡ് അഫക്ട് ചെയ്യില്ല എന്ന കാര്യം മനസ്സിലാക്കി സുഗുണ അയാളുടെ കയ്യിൽ പിടിക്കുന്നു. ശേഷം സുഗുണ തന്റെ പേഴ്സണൽ ബൈൻഡിംഗ് വോ യൂസ് ചെയ്ത് ഗോജോയുടെ ഡൊമൈൻ വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു. ഇനി പേഴ്സണൽ ബൈൻഡിംഗ് വോ എന്തെന്നാൽ നമ്മൾ സ്വന്തമായി നമ്മളോട് തന്നെ വെക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം ചെയ്താൽ നമുക്ക് പകരമായി എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടും. എക്സാമ്പിളായി ഇപ്പോൾ സുഗുണയുടെ കാര്യം എടുത്താൽ അയാൾ ഡൊമൈനുള്ളിലെ ഗ്യാരണ്ടീഡ് ഹിറ്റ് ഡീആക്ടിവേറ്റ് ചെയ്ത് കൂടെ ഡൊമൈൻ്റെ റേഞ്ചും കുറച്ചപ്പോൾ പകരമായി സുഗുണയുടെ ഡൊമൈൻ്റെ പുറത്തെ അറ്റാക്ക് ഇൻക്രീസ് ആവുകയും അങ്ങനെ ഗോജോയുടെ ഡൊമൈൻ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് പേഴ്സണൽ ബൈൻഡിംഗ് ബോ. ഇതല്ലാതെ മറ്റുള്ളവരുമായി ബൈൻഡിംഗ് ബോ നമുക്ക് വെക്കുവാൻ സാധിക്കും. ഇങ്ങനെ ജെജെക്കിലെ ചെറിയ കാര്യങ്ങൾ പോലും ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ വേണമെങ്കിൽ കമന്റ് വിടും. അങ്ങനെ വീണ്ടും ഗോജോയുടെ ഡൊമൈൻ ബ്രേക്ക് ആയത് കണ്ട് ബാക്കി എല്ലാവരും ഞെട്ടുന്നു. അതേസമയം അയാളുടെ മേൽ സ്ലാഷിംഗ് അറ്റാക്ക് വന്നെങ്കിലും അത് വളരെ ചെറുതായി മാത്രമേ ഗോജോയെ മുറിച്ചുള്ളൂ. ഇത് കണ്ടപ്പോഴേ കുസക്കാബയ്ക്ക് ഇത് ഫാളിംഗ് ബ്ലോസം ഇമോഷൻ എന്ന ടെക്നിക്കാണെന്ന് മനസ്സിലാകുന്നു. അതൊരു കേസ്റ്റ് എനർജി കൺട്രോൾ പ്രോഗ്രാമാണ്. ഒരു ഡൊമൈനുള്ളിലെ ഗ്യാരണ്ടീഡ് ഹിറ്റിന് കേസ്റ്റ് എനർജി യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായി കൗണ്ടർ ചെയ്യാൻ ഈ ടെക്നിക്ക് സഹായിക്കും. എങ്കിൽ ഇതിലൂടെ ഗോജോയ്ക്ക് തന്റെ ബോഡി ഹീൽ ചെയ്യാൻ കുറച്ച് ടൈം ലഭിക്കുമെന്ന് ഷോക്കോ പറയുന്നു. പക്ഷെ അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഗോജോ വീണ്ടും ഡൊമൈൻ എക്സ്പാൻഷൻ വിളിക്കുന്നു. ശേഷം ഗോജോ തന്റെ ഡൊമൈന്റെ റേഞ്ചിനെ സുഗുണയുടെ അത്രയും തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു. ശേഷം അതിനെ പെട്ടെന്ന് തന്നെ ഒരു ഫുട്ബോളിന്റെ അത്രയും ചെറുതാക്കുന്നു. ഇതുമൂലം പുറത്തെ ബാരിയർ വളരെ സ്ട്രോങ് ആവുന്നു. അതേസമയം ഇത്രയും ചെറിയ ബാരിയർ ഗോജോ ഉണ്ടാക്കിയതിനെ കുസക്കാവെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ മാക്കി ബാരിയറിന്റെ പുറത്തെ സൈസും അതിന്റെ അകത്തുള്ള സ്പേസുമായി യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബാരിയർ ടെക്നിക്കിൽ ആദ്യം വേണ്ടത് ഒരു എക്സാക്റ്റ് ആയ വിഷനാണ്. യൂസറിനും അയാളുടെ ഓപ്പോണന്റിനും നിൽക്കാൻ കഴിയാത്ത അത്ര ചെറിയ ബാരിയർ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ആ ബാരിയർ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് കുസക്കാബെ-സാൻ പറയുന്നു. അപ്പോൾ ചോസോ പ്രിസൺ റിയൽ പോലെ അത്രയും ചെറിയ ബാരിയറിൽ ഗോജോ കിടന്നിട്ടുള്ളത് കൊണ്ടാകാം അയാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ കാരണമെന്ന് പറയുന്നു. അപ്പോഴും കുസക്കാബെ എങ്ങനെയാണ് ഗോജോ തന്റെ ഡൊമൈന്റെ കണ്ടീഷൻ മാറ്റുന്നതെന്ന് അയാൾ ആശ്ചര്യപ്പെടുന്നു. കാരണം ഒരു നോർമൽ കേസ് യൂസറിന് തന്റെ ഡൊമൈൻ ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ ഇന്റേണലും എക്സ്റ്റേണലുമായുള്ള പാരാമീറ്റേഴ്സ് തമ്മിൽ പെർഫെക്റ്റ് ടൈമിംഗിൽ വന്നാൽ മാത്രമേ ഒരു ഡൊമൈൻ ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഒരു സാധാരണ സോഴ്സറിന് കാലങ്ങളോളം ടൈമും പ്രാക്ടീസും വേണ്ട കാര്യമാണ് ഗോജോയുടെ മിനിറ്റിന് ചേഞ്ച് ചെയ്യുന്നത്. എന്നിരുന്നാലും സുഗുണയുടെ സ്ലാഷസ് ഗോജോയുടെ ബാരിയറിനെ തകർക്കാതെ പിടിച്ചു നിർത്തുന്നു. അതിനാൽ സുഗുണ തന്റെ ബാരിയറിന്റെ റേഞ്ച് കുറച്ച ശേഷം അറ്റാക്കിന്റെ പവർ കൂട്ടുന്നു. അപ്പോഴേക്കും കുസക്കാബെ ഇതിലും ഗോജോയുടെ ഡൊമൈൻ ബ്രേക്ക് ആയാൽ അവന് പിന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. അങ്ങനെ അവസാനം ഗോജോയുടെ ഡൊമൈൻ ബ്രേക്ക് ആവുന്നു. എങ്കിലും അതുകൂടാതെ മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചിരുന്നു. ഗോജോയുടെ ഡൊമൈൻ ബ്രേക്ക് ആവുന്നതോടൊപ്പം സുഗുണയെ ഗോജോ അയാളുടെ ഡൊമൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത വിധം അറ്റാക്ക് ചെയ്തിരുന്നു. ഇതുമൂലം സുഗുണയുടെ മാലവലൻ ഷ്രൈൻ ബ്രേക്ക് ആവുന്നു. അപ്പോഴേക്കും അലറിക്കൊണ്ട് കുസക്കാബെ-സാൻ ഗോജോയുടെ ഡൊമൈൻ എത്ര നേരം പിടിച്ചു നിന്നെന്ന് എല്ലാവരോടും ചോദിക്കുന്നു. അപ്പോൾ മെയ് കൃത്യം 3 മിനിറ്റ് നേരം ഗോജോയുടെ ഡൊമൈൻ സുഗുണയ്ക്കെതിരെ പിടിച്ചു നിന്നു എന്ന് പറയുന്നു. രണ്ടുപേരുടെയും ഡൊമൈൻ ഒരേ സമയം തകർന്നതിനാൽ ഇരുവർക്കും കുറച്ചു നേരത്തേക്ക് കേസ് ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് ഹിഗുറാമ പറയുന്നു. അപ്പോൾ ഗോജോയ്ക്ക് ഈ സമയം റിവേഴ്സ് കേസ് ടെക്നിക്ക് യൂസ് ചെയ്ത് ബേൺഡ് ഔട്ട് ആയ കേസ് ടെക്നിക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് മാത്രമല്ല സുഗുണയ്ക്കും അത് സാധിക്കുമെന്ന് യൂത്ത പറയുന്നു.
എന്നാൽ യൂത്തായ്ക്ക് ഇതിൽ കഴിയില്ല എന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഏഞ്ചൽ ഗോജോ തന്റെ ടെക്നിക്ക് സുകുണയുടെ മുമ്പിൽ വെച്ച് ചെയ്തത് ഒരു മണ്ടത്തരമായി പോയെന്ന് അവൾ പറയുന്നു. കാരണം 1000 വർഷങ്ങൾക്ക് മുമ്പ് കെഞ്ചാക്കു സുകുണയുടെ സ്പിരിറ്റിനെ 20 കേസ്റ്റ് ഒബ്ജക്റ്റ് ആക്കി മാറ്റിയത് വെറും ഒരൊറ്റ തവണ കണ്ടതുകൊണ്ട് മാത്രം സുകുണ ആ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഗോജോ ഈ ചെയ്ത തന്റെ ഇന്ന ടെക്നിക്ക് റിവേഴ്സ് കേസ്റ്റ് എനർജി യൂസ് ചെയ്ത് റീസ്റ്റോർ ചെയ്യുന്നത് സുകുണയ്ക്കും ചെയ്യാൻ സാധിക്കുമെന്ന് ഷോക്കോ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ അവർ വീണ്ടും നോർമൽ ഫൈറ്റിലേക്ക് വരുന്നു. അപ്പോഴും ഗോജോയുടെ ഉള്ളിൽ നിറയെ സംശയങ്ങൾ രൂപപ്പെടുന്നു. സുകുണ എന്തുകൊണ്ടാണ് അയാളുടെ ഇന്ന ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യാത്തത്? തന്റെ ഡൊമൈൻ്റെ അകത്തെ ബാരിയർ വളരെ വീക്കായിരുന്നിട്ട് പോലും അയാൾ പുറത്തേതിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. തന്റെ ഇൻഫിനിറ്റിയോട് കൗണ്ടർ ചെയ്യാൻ സുകുണയ്ക്ക് ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നത് തനിക്കൊരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും സുകുണ ഇതുവരെ 10 ഷാഡോസ് ടെക്നിക്കോ മഹോരാഗയോ യൂസ് ചെയ്യാത്തത്? അവസാനം നോസ് ബ്ലീഡ് ചെയ്യുന്ന ഗോജയും ജസ്റ്റ് കാണിക്കുന്നു. എങ്കിലും തൊട്ടടുത്ത സെക്കൻഡിൽ അവർ ഡൊമൈൻ എക്സ്പാൻഷൻ വിളിക്കുന്നു. അപ്പോൾ സുകുണയ്ക്കും ബേൺഡ് ഔട്ട് ആയ കേസ് ടെക്നിക്ക് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. എങ്കിലും അടുത്ത 3 മിനിറ്റ് നേരത്തേക്ക് സുകുണ ഗോജോയുടെ ഡൊമൈൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ഗോജോ സുകുണയെ അറ്റാക്ക് ചെയ്ത് അയാളുടെ ഡൊമൈനും ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ ഡൊമൈൻ നശിക്കുന്നു. ശേഷം ഒട്ടും സമയം കളയാതെ വീണ്ടും അവർ ഡൊമൈൻ എക്സ്പാൻഡ് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് ഒക്കോട്സു ഗോജോ സെൻസിന്റെ ഡൊമൈൻ സുകുണയെക്കാളും 0.01 സെക്കൻഡ് ഫാസ്റ്റ് ആണെന്ന് പറയുന്നു. അതിനാൽ തന്നെ ഗോജോ സുകുണയെ ഈ ടൈം വ്യത്യാസത്തിൽ വെറും 2.25 മിനിറ്റ് കൊണ്ട് സുകുണയെ അറ്റാക്ക് ചെയ്ത് അയാളുടെ ഡൊമൈൻ ബ്രേക്ക് ചെയ്യിക്കുന്നു. അങ്ങനെ അൺലിമിറ്റഡ് വേർഡിൽപ്പെട്ട് കിളി പോയി നിന്ന സുകുണയെ തീർക്കാനായി ഗോജോ അടുത്തേക്ക് വന്നപ്പോഴേക്കും സുകുണയുടെ ട്രംപ് കാർഡായ മഹോരാഗയെ അയാൾ സമൺ ചെയ്യുന്നു. ഗോജോ ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ മഹോരാഗ തന്റെ ഡൊമൈനോട് അഡാപ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ അതിനെ ഒരു സിംഗിൾ ബ്ലോവിൽ തീർക്കണമെന്ന് തീരുമാനിച്ചെങ്കിലും മഹോരാഗ തന്റെ സോഡ് ഓഫ് എക്സ്റ്റർമിനേഷൻ യൂസ് ചെയ്ത് ഗോജോയുടെ ഡൊമൈൻ ബ്രേക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഞെട്ടിയ ഗോജോ മഹോരാഗ അൺലിമിറ്റഡ് ബോഡിനോട് ഓൾറെഡി അഡാപ്റ്റഡ് ആണെന്ന് മനസ്സിലാകുന്നു. അതേസമയം മെയ് അപ്പോൾ ഇതാണ് സെൻ ക്ലാനിന്റെ സീക്രട്ട് വെപ്പണായ മഹോരാഗി എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് മെയ് ഈ ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരുന്നു. ഇതിൽ കാണുന്ന കാക്കകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് മെയ് ആ ലൈവ് സ്ട്രീം നടത്തുന്നത്. അതേസമയം തന്നെ ഗോജോ എങ്ങനെയാണ് മഹോരാഗ 0.01 സെക്കൻഡ് കൊണ്ട് അൺലിമിറ്റഡ് ബോഡിനോട് അഡാപ്റ്റ് ചെയ്തതെന്ന് ആലോചിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് സുകുണ മുമ്പ് യൊറോസുമായുള്ള ഫൈറ്റ് ചെയ്തതുപോലെ മഹോരാഗയെ സമ്മൺ ചെയ്യാതെ അതിന്റെ അഡാപ്റ്റേഷൻ പ്രോസസ് മാത്രം എടുത്തു. അങ്ങനെ കഴിഞ്ഞ ഗോജോയുടെ 5 ഡൊമൈൻ എക്സ്പാൻഷനും സുകുണയെ ഹിറ്റ് ചെയ്തു. അവസാനം 5ാമത്തെ ഡൊമൈനിലാണ് മഹോരാഗ അതിനോട് അഡാപ്റ്റ് ആയത്. എങ്കിലും ഗോജോയുടെ അറ്റാക്കിന്റെ എല്ലാം എഫക്റ്റ് കിട്ടിയത് മെഗുമയുടെ സോളിനായിരുന്നു. അങ്ങനെ സുകുണ തനിക്ക് ആദ്യം തന്നെ അവന്റെ അൺലിമിറ്റഡ് ബോഡിനെ ഡീൽ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗോജോ സുകുണയോ മെഗുമയോ അല്ല തന്റെ അൺലിമിറ്റഡ് ബോഡിനോട് അഡാപ്റ്റ് ആയത്. അതുകൊണ്ട് താനിപ്പോൾ ഡൊമൈൻ വിളിച്ചാൽ അവൻ ഇനിയും മഹോരാഗയെ സമ്മൺ ചെയ്യേണ്ടി വരും. അങ്ങനെ ഗോജോ അടുത്ത ഡൊമൈൻ എക്സ്പാൻഷൻ വിളിക്കാൻ തുടങ്ങിയപ്പോൾ സുകുണ അവൻ അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ ഗോജോയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നു. ഇത് കണ്ട എല്ലാവരും ഞെട്ടുന്നു. യൂത്ത വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ തന്നെ സുകുണ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഗോജോ തന്റെ ഇന്ന ടെക്നിക്ക്, അതായത് ഒരു ജുജുത്സു സോഴ്സറിന് സ്വന്തമായി കിട്ടുന്ന ടെക്നിക്സ് ഇരിക്കുന്നത് ഏകദേശം നമ്മുടെ ബ്രെയിനിന്റെ റൈറ്റ് പ്രിഫ്രണ്ടൽ കോർട്ടക്സിലാണ്. ഡൊമൈൻ എക്സ്പാൻഷൻ പോലുള്ള ഹൈ എമൗണ്ട് ഓഫ് കേസ് എനർജി ആവശ്യം വരുന്ന ടെക്നിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ ബ്രെയിനകത്തുള്ള അത്രയും കേസ് ടെക്നിക്സ് ബേൺഡ് ഔട്ട് ആയി പോകും. സോ അത് റിക്കവർ ചെയ്യാനായി നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. എന്നാൽ ഗോജോ അതിനോട് ടൈം കൊടുക്കാതെ ബേൺഡ് ഔട്ട് ആയ ടെക്നിക്സിനെ റിവേഴ്സ് കേസ് എനർജി യൂസ് ചെയ്ത് വീണ്ടും ഹീൽ ചെയ്തു. അത് ഒരു തവണ യൂസ് ചെയ്യുന്നതിനെ വളരെ റിസ്ക് ആണെന്ന് യൂത്ത പറയുന്നുണ്ടെങ്കിലും ഗോജോ അത് അടുപ്പിച്ച് 5 തവണയാണ് ചെയ്തത്. സോ അതുമൂലം ഗോജോയുടെ തല ഇപ്പോൾ ഒരു അവിയൽ പരുവത്തിലാണ് ഇരിക്കുന്നതെന്ന് സുകുണ പറയുന്നു. ശേഷം അയാളുടെ ഡൊമൈൻ എക്സ്പാൻഷൻ വിളിക്കാനായി സുകുണ ഇത്തവണ താൻ ഡൊമൈൻ്റെ ബാരിയർ ക്ലോസ് ചെയ്യാമെന്നും അതോടെ അവന് രക്ഷപ്പെടാൻ പോലും പറ്റാതെ ആ സമയം തനിക്ക് അവന്റെ ഇൻഫിനിറ്റിയോടും അഡാപ്റ്റ് ചെയ്യാമെന്നും ഒപ്പം ഗോജോയെ കളിയാക്കിക്കൊണ്ട് അവൻ സ്ട്രോങ്ങസ്റ്റ് സോഴ്സർ ആയത് തന്റെ കാലഘട്ടത്തിലല്ല അവൻ ജനിച്ചത് എന്നതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞ് സുകുണ തന്റെ ഡൊമൈൻ വിളിച്ചതും അധികം നേരം പോലും നിൽക്കാതെ അയാളുടെ ഡൊമൈനും നശിക്കുന്നു. ഒപ്പം ഗോജോയ്ക്ക് പറ്റിയേക്കാൾ കൂടുതലായി മൂക്കിൽ നിന്നും വായിൽ നിന്നും ഈവൻ കണ്ണിൽ നിന്ന് വരെ സുകുണ ബ്ലീഡ് ആവുന്നു. ലാസ്റ്റ് തവണ മഹോരാഗ അൺലിമിറ്റഡ് വേർഡിനോട് അഡാപ്റ്റ് ആയ സമയം സുകുണയെ കുറഞ്ഞത് ഒരു 10 സെക്കൻഡ് ഗോജോയുടെ ഡൊമൈൻ ഹിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വെറും 10 സെക്കൻഡ് മാത്രം നിന്ന സുകുണയുടെ തലച്ചോറ് ഗോജയെക്കാളും മോശം അവസ്ഥയിലായി. അതായത് ഗോജോയുടെ തല അവിയലാണെങ്കിൽ സുകുണയുടെ ഇപ്പോൾ ഒരു കിച്ചടി പരുവമായെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സുകുണയ്ക്ക് മഹോരാഗയുടെ പവർ കൂടി ഇല്ലായിരുന്നെങ്കിലും ആലോചിച്ച് നോക്കുകയും അതാണ് ഗോജോയുടെ പവർ. അവസാനം തന്റെ അൺലിമിറ്റഡ് വേർഡ് അഫക്ട് ചെയ്ത് സുകുണയ്ക്കും ഡൊമൈൻ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് കണ്ട് ഗോജോ അയാളെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു. ശേഷം ഇതിനു മുന്നേ ഇവർ തമ്മിൽ ഫൈറ്റ് നടന്നപ്പോൾ പറഞ്ഞ സെയിം ഡയലോഗ് ഇവിടെയും അയാൾ ആവർത്തിക്കുന്നു. എന്റെ പിള്ളേർ ഈ ഫൈറ്റ് കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് ഷോ ഇറക്കാൻ പോവാ എന്ന് പറഞ്ഞ് ഗോജോ പറന്നു വന്ന് സുകുണയുടെ കിർക്കിട്ട് നോക്കി ഒരു പഞ്ച് കൊടുക്കുന്നു. അതേസമയം കുസഗാവെ ആർക്കൊക്കെയാണ് ഗോജോ സെൻസിയുടെ കയ്യിൽ നിന്ന് പഞ്ച് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ ഗോജോയുടെ കൈ എന്നത് മാറ്റി അയാളുടെ ഇൻഫിനിറ്റി എന്നാണെങ്കിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് യൂത്തായും ഹക്കാരിയും പറയുന്നു. അപ്പോൾ കുസഗാവെ ഗോജോ അയാളുടെ ഫിസ്റ്റ് കേസ് എനർജി യൂസ് ചെയ്ത് എൻഹാൻസ് ചെയ്തിരിക്കുകയാണെന്നും കൂടാതെ ബ്ലൂവും അയാൾ ആ സമയം യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് തൊട്ടടുത്തുള്ള സ്പേസിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഗോജോയുടെ കയ്യിൽ നിന്ന് നമുക്കൊരു പഞ്ച് കിട്ടിയാൽ അത് നമ്മളെ വലിച്ചുകൊണ്ട് പോയി അയാളുടെ മുഖത്ത് ഇടിപ്പിക്കുന്ന ഒരു ഫീൽ കൂടി തരും. അതേസമയം യൂജിയുടെ നനാമിയും പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു നല്ല ജുജുത്സു സോഴ്സറർ ആയിരിക്കണമെങ്കിൽ നീ നിന്നെയും ഗോജോയുമായിട്ട് കമ്പയർ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്നും
കാരണം അയാൾ എപ്പോഴും നമ്മളെയൊക്കെക്കാൾ ഫാർ ബെറ്റർ ആയ ഒരു ലെവലിലാണെന്നും നനാമി പറയുന്നു. അതേസമയം ഗോജോ സുഗുണയുടെ ഫേസ് ഒരു ബിൽഡിങ്ങിലൂടെ ഒരച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴും കാര്യമായി സുഗുണ അറ്റാക്ക് ചെയ്യുന്നില്ല. ശേഷം ഗോജോ പല ക്ലോൺസ് ആയി വന്ന് അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എങ്കിലും സുഗുണ ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്ത് ഗോജോയെ പഞ്ച് ചെയ്യുന്നു. എങ്കിലും ഗോജോയ്ക്ക് ഒരു ട്രാഫിക് സിഗ്നലിന്റെ മുകളിൽ പിടുത്തം കിട്ടുന്നു. അപ്പോൾ സുഗുണയുടെ തലയ്ക്ക് മുകളിലുള്ള വീൽ ചെറുതായി അനങ്ങുന്നു. അപ്പോൾ അത് അഡാപ്റ്റേഷന്റെ പ്രോസസ് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. കൂടാതെ ഇപ്പോൾ ഈ പ്രോസസ്സ് ഏറ്റെടുത്തിരിക്കുന്നത് സുഗുണ ആയതിനാലാണ് ആ വീൽ സുഗുണയുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് എന്നവർക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഗോജോയ്ക്ക് സുഗുണ ഇപ്പോഴും ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് മനസ്സിലാകുന്നു. അതേസമയം സുഗുണയ്ക്ക് മനസ്സിലാക്കുന്നു ഗോജോ അയാളുടെ റിവേഴ്സൽ ടെക്നിക്കിനോട് താൻ അഡാപ്റ്റ് ചെയ്യാതിരിക്കാനായി അവ മനഃപൂർവ്വം യൂസ് ചെയ്യാതിരിക്കുകയാണെന്ന്. ശേഷം വീണ്ടും ഫൈറ്റ് ആരംഭിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ മഹോരാഗയ്ക്ക് ഗോജോയുടെ ലിമിറ്റൻസിനോട് അഡാപ്റ്റ് ചെയ്യാൻ കുറഞ്ഞത് 5 തവണയെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഗോജോ തന്റെ ടെക്നിക്കിനോട് അഡാപ്റ്റ് ചെയ്യാൻ സുഗുണയ്ക്ക് ഇനിയും 3 തവണ ബാക്കിയുണ്ടെന്നും അത്രയും സമയം തന്നെ തനിക്ക് ധാരാളമാണ് നിന്നെ കൊല്ലാൻ എന്ന് ഗോജോ സുഗുണയോട് പറയുന്നു. അപ്പോഴും സുഗുണ മരിച്ചാൽ അയാളോടൊപ്പം മെഗുമിയും മരിക്കുമെന്ന വസ്തുത എല്ലാവരും മറക്കുകയാണോ എന്ന കാര്യം ഹന എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ആരും അതിന് കാര്യമായി പരിഗണിച്ചില്ല. മറിച്ച് കാശിമോ സുഗുണ മരിക്കുന്നതാണ് നല്ലതെന്ന് തിരിച്ചു പറയുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ സുഗുണയുടെ വീൽ ഒരു തവണ കൂടി സ്പിൻ ചെയ്യുന്നു. അങ്ങനെ ഗോജോയുടെ ചാൻസ് 2 ആവുന്നു. എന്നാൽ ഗോജോ ബ്ലൂ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സുഗുണ അതെല്ലാം ഡോഡ്ജ് ചെയ്ത് പിന്നെയും ഗോജോയെ ടച്ച് ചെയ്ത് ആ വീൽ സ്പിൻ ചെയ്യിക്കുന്നു. ഇനി ആകെ ഒരു സ്പിൻ കൂടി നടന്നാൽ ഗോജോയുടെ ഇൻഫിനിറ്റിയെ സുഗുണ അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ യൂജിക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുന്നു. മഹോരാഗയ്ക്ക് ഒരു ഹിറ്റ് റിസീവ് ചെയ്ത ശേഷം അത് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ടൈം കൊണ്ടാണോ അതോ മൾട്ടിപ്പിൾ അറ്റാക്ക് കിട്ടുമ്പോഴാണോ മഹോരാഗയ്ക്ക് അറ്റാക്കിനോട് അഡാപ്റ്റ് ആവുന്നതെന്ന് ചോദിച്ചപ്പോൾ കാശിമോ രണ്ടും നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഗോജോ ഇനി കുട്ടികളെ മാറ്റി സീരിയസ് ആയി ഫൈറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നു. ശേഷം സുഗുണയെ താൻ ഇനി ബ്ലൂ മാത്രമേ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച ശേഷം ഗോജോ ഒരു തൂണിന്റെ മറവിൽ നിന്ന് റെഡ് യൂസ് ചെയ്യുന്നു. അങ്ങനെ അത് ബ്ലാസ്റ്റ് ചെയ്ത് സുഗുണയുടെ നേരെ വരുന്നു. എന്നാൽ അപ്പോഴേക്കും സുഗുണ ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്ത് ഡാമേജിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും ഒരുപാട് ഇഞ്ചുറി സുഗുണയ്ക്ക് ഏൽക്കുന്നു. ശേഷം സുഗുണ ഈ ഫാസ്റ്റായ അറ്റാക്ക് കൊണ്ട് തനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ഗോജോയെ കളിയാക്കാൻ ശ്രമിക്കവേ ഗോജോ അയാളോട് മറുപടിയായി പറയുന്നു, ആക്ച്വലി റെഡ് ഇതുവരെയും എക്സ്പ്ലോഡ് ചെയ്തിട്ടില്ല. സുഗുണ അത് കേട്ട് സംശയിക്കുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ റെഡ് സുഗുണയുടെ ബാക്കിൽ വന്ന് എക്സ്പ്ലോഡ് ചെയ്യുന്നു. ഇത് അയാളിൽ ഒരു ഹ്യൂജ് ഡാമേജ് ഉണ്ടാക്കുന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഗോജോ അവർ നിന്ന ബിൽഡിങ്ങിന്റെ ഷേപ്പ് അനുസരിച്ച് റെഡിനെ കറങ്ങി വരുന്ന രീതിയിൽ വിട്ടതാണ്. എങ്കിലും ഒട്ടും സമയം കളയാതെ ഗോജോ ഓടി വന്ന് സുഗുണയെ ബ്ലാക്ക് ഫ്ലാഷ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. സുഗുണ അവസാനം ഡിഫീറ്റ് ആകാറായി നിന്നു എന്ന് തോന്നിപ്പിച്ചെങ്കിലും പെട്ടെന്ന് വീൽ കറങ്ങുന്ന സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് മഹോരാഗ ഗോജോയുടെ ഇൻഫിനിറ്റിയോട് അഡാപ്റ്റ് ആയിരിക്കുന്നു എന്ന് എല്ലാവരും കാണുന്നു. അതേസമയം വീൽ താഴേക്ക് വീഴുകയും മഹോരാഗ പ്രത്യക്ഷപ്പെടുകയും അതിന്റെ നിഴലിൽ പോയി സുഗുണ ഒളിക്കുകയും ചെയ്യുന്നു. ഗോജോയ്ക്ക് ഇത് കണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ കഴിയാഞ്ഞതിനാൽ അയാളുടെ സോഡ് ഓഫ് എക്സ്റ്റർമിനേഷൻ കൊണ്ട് ഗോജോയുടെ ഷോൾഡറിൽ ഒരു ഇഞ്ചുറി പറ്റുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. അതേസമയം ഷോക്കോ ഗോജോയുടെ ഹീലിംഗ് പവർ പതിയെ കുറയുന്നതായി തോന്നുന്നു എന്ന് പറയുന്നു. എങ്കിലും ഈ ഒരു അവസ്ഥയിൽ ഗോജോ തോറ്റുപോകുമോ എന്ന് പലരും ചിന്തിക്കുന്നു. ഗോജയും അതുപോലെ ഒരു കണ്ടീഷനിലായിരുന്നു ആ സമയം. അപ്പോൾ ഗോജോയ്ക്ക് എന്നാണ് താൻ ഇതുപോലെ ഒരു അവസ്ഥയിൽ ഇതിനു മുന്നേ കടന്നുപോയതെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അയാൾക്ക് തോജിയുടെ ഫേസ് ഓർമ്മ വരുന്നു. എങ്കിലും തോൽവിയെക്കുറിച്ച് ഭയക്കാതെ അയാൾ മുന്നേറുന്നു. അങ്ങനെ ഗോജോ തന്റെ കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ സ്പീഡിൽ ഗോജോ അതിനെ പഞ്ച് ചെയ്ത് ഇഞ്ചുറി ആക്കുന്നു. ശേഷം അത് റിക്കവർ ആകാനായി എടുക്കുന്ന ടൈമിൽ ഗോജോ ചാൻഡിങ് യൂസ് ചെയ്ത് തന്റെ റെഡിന്റെ ഔട്ട്പുട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. അതേസമയം തന്നെ ഗോജോയുടെ ഷാഡോയിൽ ഒളിച്ചിരുന്ന സുഗുണ അയാളെ ഡിസ്ട്രാക്ട് ചെയ്യാനായി റാബിറ്റ് എസ്കേപ്പ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരുപാട് റാബിറ്റിനെ ഗോജോയ്ക്ക് നേരെ വിടുന്നു. അപ്പോൾ ഗോജോയ്ക്ക് സുഗുണ ഇതുവരെയും തന്റെ ബ്ലാക്ക് ഫ്ലാഷിൽ നിന്ന് റിക്കവർ ആയിട്ടില്ലെന്ന് മനസ്സിലാകുന്നു. ശേഷം അയാളെ പുറത്തേക്ക് കൊണ്ടുവരാനായി ഗോജോ തന്റെ ഷാഡോയ്ക്ക് നേരെ റെഡ് എക്സ്പ്ലോഡ് ചെയ്യിക്കുന്നു. സുഗുണ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കവേ മഹോരാഗ വന്ന് അയാളെ കവർ ചെയ്യുന്നു. അപ്പോൾ ഗോജോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. മഹോരാഗ തന്റെ ഇൻഫിനിറ്റിയോട് അഡാപ്റ്റ് ആയതിനാൽ അത് തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും താൻ അതിനെ ബീറ്റ് ചെയ്യാതിരിക്കാൻ സുഗുണ ഡിഫെൻസീവായി ഫൈറ്റ് ചെയ്യുമെന്നും പറയുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ സുഗുണ ഒരു ഓപ്പണിങ്ങിനായി അവിടെ ഇരുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ഗോജോയ്ക്ക് നേരെ എറിയുകയും അങ്ങനെ അത് പൊട്ടിത്തെറിച്ചപ്പോൾ മഹോരാഗ അതിന് മുകളിലൂടെ ചാടി വരുന്ന സമയം ചോസയെ ഞെട്ടിച്ചുകൊണ്ട് സുഗുണ പിയേഴ്സിംഗ് ബ്ലഡ് യൂസ് ചെയ്യുന്നു. എന്നാൽ ആക്ച്വലി അത് ചോസയുടെ ടെക്നിക്ക് അല്ലായിരുന്നു. അത് 10 ഷാഡോസ് ടെക്നിക്കിൽപ്പെട്ട മാക്സ് എലിഫന്റിന്റെ പവറും പിയേഴ്സിംഗ് ബ്ലഡും ചേർത്ത് മിക്സ് ആക്കിയ ഒരു ടെക്നിക്കായിരുന്നു. പക്ഷേ ചോസയുടെ ടെക്നിക്കിൽ അയാൾ യൂസ് ചെയ്യുന്നത് തന്റെ സ്വന്തം ബ്ലഡ് ആണെങ്കിൽ സുഗുണ ഇവിടെ ഉപയോഗിച്ചത് വാട്ടർ ആയിരുന്നു. അപ്പോൾ ഗോജോയ്ക്ക് അവർ രണ്ടും ഒരേ സമയം തന്നെ അറ്റാക്ക് ചെയ്യുകയാണെന്നും ഇതൊരു 2 vs 1 ആണെന്നും പറയുന്നു. കൂടാതെ സുഗുണയ്ക്ക് അയാളുടെ ഡൊമൈനും 10 ഷാഡോസ് ടെക്നിക്കും ഒരേ സമയം യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഒപ്പം തന്നെ മഹോരാഗയ്ക്ക് ഗോജോയുടെ റെഡിനോട് അഡാപ്റ്റ് ആവാൻ കുറച്ചുകൂടി ടൈം ആവശ്യമാണെന്നും വിശ്വസിച്ചുകൊണ്ട് നിൽക്കെ ഗോജോയെ ഞെട്ടിച്ചുകൊണ്ട് ഇതൊരു 2 vs 1 അല്ലെന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ മെർജ്ഡ് ബീസ്റ്റ് അഗീത്തോ എന്നൊരു ഷിഗുഗാമിയെ സമ്മൺ ചെയ്ത് ഇതൊരു 3 vs 1 ആണെന്ന് സുഗുണ പറയുന്നു. ഈ ഷിഗുഗാമി 10 ഷാഡോസ് ടെക്നിക്കിലെ ന്യൂ എന്ന ഓൾഡ് ഷിഗുഗാമിയുടെ ഒരു ഇംപ്രൂവ്ഡ് വെർഷനാണ്. അതായത് ഇതിന് 10 ഷാഡോസിലെ മറ്റു ഷിഗുഗാമികളായ ഗ്രേറ്റ് സർപ്പൻ, ടൈഗർ ഫ്യൂണറൽ, റൗണ്ട് ഡിയർ എന്നിവയുടെ എല്ലാം മിക്സായ ഒരു ഷിഗുഗാമിയാണ് അഗീത്തോ.
അതിനാൽ അവയുടെ എല്ലാ പവേഴ്സും ഇതിന് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ട് ഗോജോ പേടിക്കുമെന്ന് സുക്കണ വിചാരിച്ചെങ്കിലും അവൻ ഇപ്പൊ കാണാൻ ഒരു ലോസ്റ്റ് ആയ ഏലിയൻ 2 ബീസ്റ്റിന്റെ ഹെൽപ്പ് ചോദിച്ച പോലെ ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ശേഷം ഇവർ 3 ചേർന്ന് ഗോജോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഗോജോ തന്റെ റിവേഴ്സൽ റെഡി യൂസ് ചെയ്ത് മഹോരാഗിയെ നോക്കി അറ്റാക്ക് ചെയ്തെങ്കിലും അതിന് കാര്യമായി ഇഞ്ചുറി ഉണ്ടായില്ല. ഇതിന് കാരണം തന്റെ ഔട്ട്പുട്ട് ലോ ആയിരുന്നതിനാലാണെന്നും പക്ഷെ മഹോരാഗിയെ താൻ സിംഗിൾ ബ്ലോയിൽ തീർക്കണമെങ്കിൽ അതിന് ടൈം എടുക്കുമെന്നും ഇത് സുഗണയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ വളരെ ക്ലോസ് റേഞ്ചിൽ വന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്നും ഗോജോയ്ക്ക് മനസ്സിലാകുന്നു. അതിനാൽ താൻ ഇത് തന്റെ അൺലിമിറ്റഡ് ഹോളോ ടെക്നിക്ക് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അതേസമയം ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന യൂത്ത ഗോജോയുടെ അടുത്തേക്ക് ഫൈറ്റിനായി ചെല്ലാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ കാശിമോ അവനെ തടയുന്നു. ഗോജോയ്ക്ക് ശേഷം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് താനായിരിക്കുമെന്ന് അയാൾ പറയുന്നു. അതേസമയം ഹക്കാരിയും അവനെ തടയുന്നു. പക്ഷെ താനിപ്പോൾ ചെന്നാൽ തനിക്ക് ആ 2 ഷിക്കിഗാമികളെയും റിക്കയുടെ ഹെൽപ്പ് മൂലം കൊല്ലാൻ സാധിക്കുമെന്നും അങ്ങനെ ഗോജോയ്ക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കുമെന്നും പറഞ്ഞപ്പോൾ മാക്കി അതിനെ എതിർത്തുകൊണ്ട് അവനല്ല താനായിരിക്കും അതിന് കുറച്ചുകൂടി സ്യൂട്ടബിൾ എന്ന് പറയുന്നു. കൂടാതെ യൂജിയും ഒക്കോട്സുവിനോടൊപ്പം നിൽക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുസഗാബയും അവരെ തടയുന്നു. അപ്പോൾ മെയ്മെയ് പറയുന്നു ഗോജോയുടെ ഒരേ ഒരു ലക്ഷ്യം സുഗണയെ കൊല്ലുക എന്നത് മാത്രമാണ്. അതിന് സാധിച്ചാൽ പിന്നെ കെഞ്ചാക്കുവിനെ തീർക്കുന്ന കാര്യം ബാക്കി സോഴ്സറേഴ്സ് ചെയ്തോളൂ. എന്നാൽ ഗോജോ തോൽക്കുകയാണെങ്കിൽ അയാൾക്ക് ഉടനെ തന്നെ നമ്മളോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഒപ്പം ഒരു ഗ്രേറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആയ സുഗണ എന്തെങ്കിലും ഒരു കില്ലർ മൂവ് നമുക്കെതിരെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. കൂടാതെ ഉറാവുമെ ഇപ്പോഴും സുഗണയുടെ ഒപ്പം ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട എന്നും കുസഗാബെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ നമ്മളോട് ഫൈറ്റ് ചെയ്യേണ്ടതിനാൽ സുഗണയ്ക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഗോജോയ്ക്ക് അതിന് കഴിയും. എന്നാൽ ഇതിലും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇത് സത്തോറു ഗോജോയുടെ ഫൈറ്റാണ്. ആരെങ്കിലും അതിനിടയിൽ കയറുന്നത് ഒരിക്കലും മര്യാദയല്ല എന്ന് കാശിമോ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ഗോജോ മഹോരാഗയോടും അഗീത്തോയോടും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അഗീത്തോയുടെ പവർ അനലൈസ് ചെയ്ത ഗോജോ അതിന്റെ മെയിൻ പവർ റൗണ്ടിയർ ഷിനിഗാമിയുടെ റീജനറേറ്റീവ് ടെക്നിക്കാണ്. അതിനാൽ അഗീത്തോയെയും താൻ ഒരു സിംഗിൾ ബ്ലോവിൽ തീർക്കണമെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. എങ്കിലും സുക്കണയെ അഡാപ്റ്റേഷൻ ചെയ്യാൻ സമ്മതിക്കരുതെന്നും ഗോജോ ഓർക്കുന്നു. ഇതേസമയം സുക്കണ മനസ്സിൽ വിചാരിക്കുന്നു ഗോജോയെ ഞാൻ പർപ്പിൾ യൂസ് ചെയ്യാൻ സമ്മതിക്കാത്തിടത്തോളം അയാൾക്ക് ഒന്നും എന്നെ ചെയ്യാൻ കഴിയില്ല. ഹോളോ പർപ്പിളിന്റെ ഔട്ട്പുട്ട് ഒരു ബൈൻഡിംഗ് വോ മൂലം 120% ആണ്. ഗോജോ അത് ആദ്യം യൂസ് ചെയ്തപ്പോൾ താൻ റീഎൻഫോഴ്സ് ചെയ്ത 2 കൈയും 4 കിലോമീറ്റർ ദൂരത്തു നിന്ന് വന്ന ആ അറ്റാക്കിലൂടെ അയാൾ നശിപ്പിച്ചു. ഞങ്ങൾ രണ്ടും ഇപ്പോൾ ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിലും ഇത്രയും അടുത്ത് നിന്ന് എൻ്റെ ദേഹത്ത് പർപ്പിൾ ഹിറ്റ് ചെയ്താൽ അത് 100% ആണെങ്കിൽ പോലും വളരെ ഡേഞ്ചറസ് ആയിരിക്കും. അതേസമയം തന്നെ മഹോരാഗയുടെ ഫൈറ്റിൽ തൃപ്തിപ്പെടാത്ത സുഗണ അതിപ്പോൾ മെഗുമയുടെ ഷാഡോ അല്ല മറിച്ച് തൻ്റെ ഷാഡോ ആണെന്നും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ തനിക്ക് കാണണമെന്നും സുഗണ ഓർഡർ ചെയ്യുന്നു. തൊട്ടടുത്ത നിമിഷം മഹോരാഗ തൻ്റെ സോഡ് ഓഫ് എക്സ്റ്റർമിനേഷൻ യൂസ് ചെയ്ത് ഗോജോയുടെ കൈ വെട്ടിക്കളയുന്നു. സുഗണ ഇത് കണ്ട് ഇംപ്രസ്ഡ് ആവുന്നു. ബാക്കി എല്ലാവരും ഇത് കണ്ട് ഞെട്ടുന്നു. ഒപ്പം ഷോക്കോ ഗോജോയുടെ ഹീലിംഗ് പവർ ഇപ്പോൾ വളരെ ലോ ആണെന്നും പറയുന്നു. അങ്ങനെ ഗോജോ നേരെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. അതേസമയം സുഗണയും ഷാഡോയിൽ നിന്ന് വന്ന് ഗോജോയെ അറ്റാക്ക് ചെയ്യുന്നു. അതേസമയം ഇത്രയും നേരമായിട്ടും തങ്ങളുടെ ഫൈറ്റ് നിനക്ക് കീപ്പപ്പ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് അഗീത്തോയെ നോക്കി ഗോജോ പറയുന്നു. അതോടൊപ്പം ഒരു സ്പിയർ ഷേപ്പിൽ ഒരു ബ്ലൂ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ വയറ്റിലേക്ക് പഞ്ച് ചെയ്യുന്നു. അത് മാക്സിമം ഔട്ട്പുട്ടിലായിരുന്നു ഗോജോ അയച്ചത്. അതിനാൽ സൈഡിൽ നിന്ന് സുഗണയെ മഹോരാഗ ഓടി വന്ന് കവർ ചെയ്യുന്നു. അങ്ങനെ അഗീത്തോ ചുരുങ്ങി ഒരു ചെറിയ ബോളിന്റെ ഷേപ്പിലായി അവസാനം ഇല്ലാതാവുന്നു. അതേസമയം ഗോജോ അടുത്ത 41 സെക്കൻഡിനുള്ളിൽ അടുത്ത ഹോളോ പർപ്പിൾ യൂസ് ചെയ്ത് ഷിൻജുക്കുവിനെ 2 തുണ്ടമാക്കാൻ പോവുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. അങ്ങനെ ഗോജോ തുടർച്ചയായി 2 തവണ ബ്ലാക്ക് ഫ്ലാഷ് യൂസ് ചെയ്തപ്പോൾ അയാൾക്ക് തന്റെ റിവേഴ്സ് കേസ് ടെക്നിക്കിന്റെ ഔട്ട്പുട്ട് തിരിച്ചു കിട്ടുന്നു. അങ്ങനെ ഗോജോ തന്റെ ഹാൻഡ് കംപ്ലീറ്റ് ആയി ഹീൽ ചെയ്യുന്നു. അങ്ങനെ 1000 വർഷത്തിന് ശേഷം കിങ് ഓഫ് കേഴ്സസ് ആയ സുഗണയ്ക്ക് ആദ്യമായി ഒരു ഫൈറ്റിൽ തോൽക്കുമോ എന്നോർത്ത് ടെൻഷൻ ഉണ്ടാകുന്നു. കാരണം ആ ഫൈറ്റിന്റെ അഡ്വാൻറ്റേജ് ഇപ്പോൾ സുഗണയുടെ കയ്യിലല്ല എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. പക്ഷെ ഗോജോ വീണ്ടും മഹോരാഗയെ മറ്റൊരു ബ്ലാക്ക് ഫ്ലാഷ് കൂടി വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ സുഗണയും ഗോജോയും വീണ്ടും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ ഏർപ്പെടുന്നു. പക്ഷേ സുഗണയെ ഗോജോ ബീറ്റ് ചെയ്ത ശേഷം മഹോരാഗയ്ക്ക് നേരെ എടുത്ത് എറിയുന്നു. അങ്ങനെ അവർ തിരിച്ചു പോകുന്നു. അപ്പോൾ ഗോജോ ചാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫേസ്, പാരാമീറ്റ, പില്ലർ ഓഫ് ലൈറ്റ്. അങ്ങനെ ചാൻഡിങ് തുടരുന്നു. എല്ലാ ജുജുത്സു സോഴ്സറേഴ്സും അവരുടെ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയം കേസ്റ്റ് എനർജിയുടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. അതോടൊപ്പം ഗോജോയുടെ ചാൻഡിങ്ങും കേട്ടപ്പോൾ സുഗണയ്ക്ക് ഇത് റിവേഴ്സൽ റെഡ് ആണെന്ന് മനസ്സിലാകുന്നു. സോ അതിനെ ഡിഫെൻഡ് ചെയ്യാനായി മഹോരാഗയെ നിർത്താമെന്ന് സുഗണ തീരുമാനിക്കുന്നു. എന്നാൽ ഗോജോ റെഡ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് സുഗണ പേടിച്ച് മഹോരാഗയെ അലറി വിളിക്കുന്നു. അപ്പോഴേക്ക് മഹോരാഗ വന്നെങ്കിലും ഗോജോ തന്റെ കൈ പോയിന്റ് ചെയ്തിരുന്നത് മുകളിലേക്കായിരുന്നു. ആയതിനാൽ അത് നേരെ ബിൽഡിംഗ് തുളച്ച് മുകളിലേക്ക് പോകുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് ചെന്നപ്പോൾ അഗിത്തോയെ കൊന്ന ബ്ലൂ നശിക്കാതെ അവിടെ ആകാശത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഗോജോ അത് 2 കൂട്ടിമുട്ടിച്ച് ഹോളോ പർപ്പിൾ ആക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അയാൾ മഹോരാഗയോട് ബ്ലൂവിനെ പോയി നശിപ്പിക്കാൻ ഓർഡർ കൊടുക്കുന്നു. കാരണം മഹോരാഗ അതിനോട് അഡാപ്റ്റ് ആയിരുന്നു. എന്നാൽ ഗോജോ ബ്ലൂവിന്റെ അട്രാക്ഷൻ ഫീൽഡിന് സ്പീഡ് യൂസ് ചെയ്ത് മഹോരാഗയെ ബ്ലോക്ക് ചെയ്ത് അതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ മഹോരാഗയുടെ അഡാപ്റ്റേഷൻ മൂലം ബ്ലൂവിന്റെ അട്രാക്ഷനിൽ പെടാതെ മഹോരാഗ തെറിച്ച് വീഴുന്നു. അതിന്റെ എബിലിറ്റി തന്നെ അതിനെ തിരിച്ചടിക്കുന്ന അവസ്ഥ. എന്നാൽ സുഗണ തന്റെ ഇമിറ്റേഷൻ പേഴ്സിംഗ് ബ്ലേഡ് ടെക്നിക്ക് യൂസ് ചെയ്ത്
റെഡിനെ ട്രിഗർ ചെയ്യാമെന്നും അങ്ങനെ അതിനെ എക്സ്പ്ലോഡ് ചെയ്യിക്കാമെന്നും വിചാരിച്ചെങ്കിലും ഗോജോ തന്റെ ബ്ലൂവിന്റെ മേലുള്ള ചാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ ബൈൻഡിംഗ് വോ മൂലം അതിന്റെ പവർ ബൂസ്റ്റായി സുഗുണ ഞെട്ടിച്ചുകൊണ്ട് പേഴ്സിംഗ് ബ്ലഡിനെ ബ്ലൂ അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ 9 ഡ്രോപ്സ്, പോളറൈസ്ഡ് ലൈറ്റ്, ക്രോ ആൻഡ് റിക്ലറേഷൻ തുടങ്ങിയ സ്പെല്ല് യൂസ് ചെയ്ത് ഗോജോ അതിനെ കൊളാപ്സ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. ഇതേസമയം ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന യൂത്തയ്ക്ക് അവർ പറഞ്ഞ കാര്യം ശരിക്കും മനസ്സിലാകുന്നു. താനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഗോജോ സെൻസൈക്ക് ഒരിക്കലും അങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഹോളോ പർപ്പിൾ ഫോം ചെയ്ത് ഷിൻജുക്കു മുഴുവനും അത് പൊട്ടിത്തെറിക്കുന്നു. അതേസമയം മഹോരാഗയുടെ വീലും അതിൽപ്പെട്ട് നശിച്ചു പോകുന്നു. അങ്ങനെ ആ ഹ്യൂജ് എക്സ്പ്ലോഷന് ശേഷം സുഗുണ വളരെ നന്നായി ഇഞ്ചോർഡ് ആവുന്നു. അയാളുടെ ഒരു കൈ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ആദ്യമായി ഗോജോ തന്റെ സ്വന്തം അറ്റാക്കിൽപ്പെട്ട് ഇഞ്ചോർഡ് ആവുന്നു. ശേഷം ഗോജോ റിവേഴ്സ് കേസ്റ്റ് എനർജി യൂസ് ചെയ്ത് ഹീൽ ചെയ്യുന്നു. അതും ബ്ലാക്ക് ഫ്ലാഷ് മൂലമാണ് സംഭവിച്ചത്. കാരണം കോൺസിക്യൂട്ടീവായ ബ്ലാക്ക് ഫ്ലാഷ് ഒരു യൂസറിന് അയാളുടെ റിവേഴ്സ് കേസ്റ്റ് എനർജി റിക്കവർ ചെയ്യാൻ സഹായിക്കുമായിരുന്നു. ഗോജോ ഈ ഫൈറ്റിൽ മൊത്തം 9 ബ്ലാക്ക് ഫ്ലാഷ് യൂസ് ചെയ്തിരുന്നു. ഹൈലി കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലാക്ക് ഫ്ലാഷ് സംഭവിക്കാറുള്ളൂ. അങ്ങനെ കുസകാബിയും ഒരു സൈഡിൽ തന്റെ ബോഡി ഹീലാക്കിക്കൊണ്ടിരിക്കുന്ന ഗോജോയും മറ്റൊരു സൈഡിൽ ഫുൾ ഇഞ്ചറിയുമായി ഹീൽ ചെയ്യാൻ പോലും സാധിക്കാതെ മഹോരാഗയും ഇല്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന സുഗുണയും കാണുന്നു. അപ്പോൾ യൂജി ഇതിനർത്ഥം എന്താണെന്ന് അയാളോട് ചോദിച്ചപ്പോൾ അതെ, ഗോജോ ഈ ഫൈറ്റ് ജയിച്ചിരിക്കുന്നു എന്ന് കുസകാബി പറയുന്നു. അങ്ങനെ പെട്ടെന്നൊരു ഡ്രീമിലോ അതോ ഒരു ഫാന്റസിയിലോ പെട്ട ഗോജോയെ കാണുന്നു. ഈ സമയം അയാൾ ഒരു എയർപോർട്ടിലായിരുന്നു. അപ്പോൾ അയാളെ കാണാൻ തന്റെ മരിച്ചുപോയ ഫ്രണ്ടായ ഗേത്തു വരുന്നു. എന്നാൽ അയാൾ ഗ്രീറ്റ് ചെയ്തതുപോലെ മൈൻഡ് ചെയ്യാതെ ഗോജോ ഷിറ്റ് എന്ന് പറഞ്ഞ് ഇത് വെറും ഒരു ഡ്രീം ആയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ മരിക്കുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുമെന്ന് തന്റെ സ്റ്റുഡൻസിനോട് പഠിപ്പിച്ച കാര്യം ഗോജോ ഓർക്കുന്നു. ശേഷം ഗോജോയോട് സുക്കുണയുമായുള്ള ഫൈറ്റ് എങ്ങനെയുണ്ടെന്ന് ഗേത്തു ചോദിക്കുന്നു. ഗോജോ അയാൾ ഇൻസൈൻലി പവർഫുൾ ആണെന്നും മികുമയുടെ ടെൻഷാഡോസ് ഇല്ലെങ്കിൽ പോലും തനിക്ക് അയാളെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു എന്നും ഗോജോ പറയുന്നു. സുഗുണയുടെ ശക്തിയിൽ അയാൾക്ക് മതിപ്പുണ്ടായിരുന്നെങ്കിലും കിങ് ഓഫ് കേസസിനോട് അയാൾക്ക് സഹതാപം തോന്നുന്നു. കാരണം സമാനതകളില്ലാത്ത ശക്തി മൂലം വരുന്ന ഒറ്റപ്പെടലിന്റെ വേദന ഗോജോയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അയാളെ തോൽപ്പിക്കാൻ ഗോജോയുടെ മുഴുവൻ ബുദ്ധിശക്തിയും കഴിവും പ്രയത്നവും പര്യാപ്തമായിരുന്നില്ല. പക്ഷെ അപ്പോഴും താൻ ആ പോരാട്ടം ആസ്വദിച്ചിരുന്നു. എങ്കിലും തന്റെ ഒരേ ഒരു വിഷമം താൻ ഫൈറ്റിനായി പോയപ്പോൾ തന്റെ പുറത്തു തട്ടി പറഞ്ഞുവിടാൻ ഗേത്തോ ഇല്ലാതിരുന്നതാണെന്ന് ഗോജോ പറയുന്നു. പക്ഷെ ഒരു ശക്തനായ പോരാളിയിലൂടെ മരിക്കാൻ സാധിച്ചതിൽ താൻ സന്തോഷിക്കുന്നുവെന്ന് ഗോജോ പറയുന്നു. അപ്പോഴേക്കും നനാമിയും ഹൈബാരയും അങ്ങോട്ടേക്ക് വന്ന് അന്നേരം ഗോജോ വല്ല സമുറയുമാണോ എന്ന് ചോദിച്ച് കളിയാക്കുന്നു. ശേഷം അവർ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നു. ഒപ്പം ഗോജോ അവരുടെ പ്രിൻസിപ്പളായ മസാമിച്ചിയെയും മിസാട്ടോ കുറോയിയെയും റീക്കോ അമനായിയെയും സൈഡിൽ ദൂരത്തായി നിൽക്കുന്ന തോജിയെയും കാണുന്നു. അങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുന്ന ഗോജോയെ കാണിച്ചുകൊണ്ട് അയാൾ മനസ്സിൽ വീണ്ടും ഇതൊരു ഡ്രീം ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷം തൊട്ടടുത്ത സെക്കൻഡിൽ മരിച്ചു കിടക്കുന്ന ഗോജോയെ കാണിക്കുന്നു. അപ്പോഴേക്കും സുഗുണ തന്റെ ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇനി കുറച്ചു നേരം നന്നായി ശ്രദ്ധിച്ചിരിക്കണം. മഹോരാഗയുടെ അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ആവുന്നത് അതിനാദ്യം ഒരു സിംഗിൾ അറ്റാക്ക് കിട്ടി കഴിയുമ്പോഴാണ്. ശേഷം അത് പതിയെ അനലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ തന്നെ അതുപോലെ ഒരു അറ്റാക്ക് വീണ്ടും അതിനെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അഡാപ്റ്റേഷന്റെ വേഗത കൂടും. ഒരു തവണ അഡാപ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും അത് ആ പ്രോസസ് അവസാനിപ്പിക്കില്ല. അതിനാൽ സുഗുണയ്ക്ക് ശരിക്കും മഹോരാഗയിൽ നിന്നും വേണ്ടത് ഗോജോയുടെ ഇൻഫിനിറ്റിയെ മുറിക്കുന്ന എക്സാക്റ്റ് ആയ ഒരു മോഡലാണ്. ആദ്യത്തെ അഡാപ്റ്റേഷന് ശേഷം മഹോരാഗ തന്റെ കേസ് എനർജി ഇൻഫിനിറ്റിയുടെ ന്യൂട്രലൈസ് ആവുന്ന വിധത്തിൽ ഔട്ടറും ചെയ്തു. പക്ഷെ അതൊരിക്കലും സുഗുണയ്ക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതിനാൽ അയാൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ അടുത്ത അഡാപ്റ്റേഷനിൽ സുഗുണ വിചാരിച്ചതുപോലെ സംഭവിച്ചു. പക്ഷെ അത് സ്ലാഷിംഗ് അറ്റാക്കുകൾ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. പകരം അത് ഗോജോയുടെ ഇൻഫിനിറ്റിക്കെതിരെയുള്ള ടെക്നിക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ അതിന്റെ ടാർഗറ്റ് ഗോജോ മാത്രമല്ലായിരുന്നു, ആ സ്പേസ് അഥവാ ആ എൻറ്റയർ വേൾഡ്. ഗോജോയെ മാത്രമല്ലാതെ അവിടെ നിന്നിരുന്ന എല്ലാറ്റിനെയും അത് ടാർഗറ്റ് ആക്കി. അങ്ങനെ അത് വെച്ച് മഹോരാഗ ഗോജോയുടെ കൈ സോഡ് ഓഫ് എക്സ്റ്റർമിനേഷൻ യൂസ് ചെയ്ത് വെട്ടിയപ്പോൾ സുഗുണ ആ സ്ലാഷിംഗ് ടെക്നിക്ക് മനസ്സിലാക്കുകയും അതിലൂടെ ഗോജോയെ 2 ആയി വെട്ടിയിടുകയും ചെയ്തു. ഇത് വളരെ ഇമ്പോസിബിൾ ആയ ഒരു ടെക്നിക്ക് ആയിരുന്നിട്ടും സുഗുണ അതൊരു ചെറിയ സമയം കൊണ്ട് മാസ്റ്റർ ചെയ്ത് ഗോജോയ്ക്കെതിരെ യൂസ് ചെയ്തു. എന്നിട്ടും തന്റെ വിജയത്തെക്കുറിച്ച് അഹങ്കരിക്കാതെ അയാൾ താൻ മരിക്കുവോളം അയാളെ മറക്കില്ല എന്ന് സുഗുണ പറയുന്നു. ഇതാണ് യഥാർത്ഥ കിങ് ഓഫ് കേഴ്സസ്. അങ്ങനെ ഇതായിരുന്നു ഗോജോ വേഴ്സസ് സുഗുണ ഫൈറ്റിന്റെ എക്സ്പ്ലനേഷൻ. ഞാൻ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ചെയ്യാൻ വിട്ടുപോയെങ്കിലോ അതോ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാതെ വരികയോ ചെയ്താൽ അത് കമന്റിൽ പറഞ്ഞാൽ ഞാൻ കഴിയുന്നതും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിലെ ഗോജോയുടെയും സുഗുണയുടെയും ഫൈറ്റ് സ്കിൽ അനലൈസ് ചെയ്തൊരു പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അങ്ങ് ചെയ്തു വെച്ചേക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ ടേക്ക് കെയർ.